നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി ഈ വാർത്താ ബുള്ളറ്റിൻ വിശദമായ വാർത്തകളിലേക്ക് കടക്കുന്നു. ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വിവരം ദുഃഖകരമായ കാര്യമാണ്. പാലക്കാട് തേങ്കുറിശ്ശി തെക്കേക്കരയിൽ പൊതുകിണർ വൃത്തിയാക്കുന്നതിനിടെ തിട്ടയിടിഞ്ഞ് തൊഴിലാളി മരിച്ചു. തെക്കേക്കര സ്വദേശി സുരേഷാണ് മരിച്ചത്. അപകടത്തിൽപ്പെട്ട് 4 പേരെ രക്ഷപ്പെടുത്തി. ഏകദേശം ഒരു 11 മണിയോടുകൂടി 10-11 മണിയോടുകൂടി ഇറങ്ങുമായിരുന്നു. അപ്പോൾ ഈ കിണറിനകത്ത് ഈ പായലും മറ്റ് ഇതുകളൊക്കെ പിടിച്ചിട്ട് വേസ്റ്റൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ. ഇറങ്ങി ഏകദേശം ഒരു ബാച്ച് ഇറങ്ങി അത് ക്ലീൻ ചെയ്തതിന് ശേഷം ഞങ്ങൾ ചൂലുകൊണ്ട് സൈഡ് ഈ പായലൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. ചൂലുകൊണ്ടൊക്കെ അടിച്ച് വൃത്തിയാക്കാൻ വേണ്ടി അടുത്ത ബാച്ച് 3 ആൾ ഞങ്ങൾ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഈ അകപ്പെട്ട പുള്ളി മുകളിൽ നിൽക്കുമായിരുന്നു, കിണറ്റിന് മുകളിൽ നിൽക്കുമായിരുന്നു. ആ ഭാഗം മൊത്തം ഇടിഞ്ഞ് തള്ളി ഒന്നായി വീഴാണ് ഉണ്ടായത്. അതാണ് ഉണ്ടായത്. ഞങ്ങൾ തെങ്ങിൽ കയറ് കെട്ടി തൂങ്ങിയിട്ട് നിന്നിട്ടാണ് ചെയ്തിരുന്നത്. ആ കയറിൻ്റെ ഒരു ബലം ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. ഞങ്ങൾക്ക് കയറാൻ പറ്റി, അദ്ദേഹം അടിപ്പെടുകയുണ്ടായത്. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി. നിഖിലിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെ ഗൗരവമേറിയ നിയന്ത്രണങ്ങൾ, സുരക്ഷാ മാർഗങ്ങളൊക്കെ സ്വീകരിക്കണം. ആ രീതിയിൽ നിയമങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷേ വീണ്ടും വീണ്ടും ഇങ്ങനെ അപകടം സംഭവിക്കുന്നു. ഇപ്പോൾ ഒരു ജീവൻ പൊലിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ള ദുഃഖകരമായ വാർത്ത വരുന്നു അല്ലേ? തീർച്ചയായിട്ടും സ്മിത, ഈ വിഷു ദിനത്തിൽ തന്നെ നമ്മളെ വളരെയധികം വേദനിപ്പിക്കുന്നതാണ് ഈ വിയോഗ വാർത്ത. അതും നമ്മൾ ഓർക്കണം, ഒരു പഞ്ചായത്ത് കിണർ ആ നാടിൻ്റെ ആകെ ആവശ്യത്തിന് വേണ്ടി അവർ ശുചീകരിക്കുകയാണ് കൂട്ടായ്മയിലെ അംഗങ്ങൾ. അപ്പോഴാണ് ഈ ഒരു ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത്. ഇപ്പോൾ കിണറിലിറങ്ങിയ ഒരു ചേട്ടനാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അവരൊരു 4 പേരാണ്, 4 പേരടങ്ങുന്ന ഒരു ബാച്ചാണ് ആദ്യം ഈ കിണറ്റിൽ ഇറങ്ങിയിരുന്നത്. അവർ ഇറങ്ങി ഒരു പ്രാഥമികമായ വൃത്തിയാക്കൽ പൂർത്തിയാക്കി അടുത്ത സംഘം ഇറങ്ങി പായലൊക്കെ നീക്കുന്നതിനിടയിലാണ് ഈ മണ്ണിടിയുന്നത്, തിട്ട ഇടിഞ്ഞു വീഴുന്നത്. ആ സമയത്തായിരുന്നു. അത് കണ്ട് ഉടനെ തന്നെ ഇവരൊക്കെ തന്നെ ഒരു വടം കെട്ടിയിരുന്നു, പുറത്തൊരു തെങ്ങിൽ വടം കെട്ടിയിരുന്നു. ആ വടത്തിൽ കയറി അവരൊക്കെ രക്ഷപ്പെടുകയായിരുന്നു. അതേസമയം ഈ കിണറിന് മുകളിൽ നിന്നിരുന്ന സുരേഷാണ് ഈ കിണറിലേക്ക് വീഴുകയും സുരേഷിന് മേലേക്ക് കൂടുതൽ മണ്ണും കല്ലുകളും ഒക്കെ വീഴുകയും ചെയ്തു. അങ്ങനെയാണ് സുരേഷ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. നമുക്ക് അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം മുകളിലേക്ക് കയറ്റുമ്പോൾ തന്നെ കാണാമായിരുന്നു, അദ്ദേഹം കിടക്കുന്നതിന് തൊട്ട് മുന്നിലായി ഒരു വലിയ കല്ലുണ്ടായിരുന്നു. അതിന് അടിയിൽ അകപ്പെട്ടു പോയതുകൊണ്ടാണ് രക്ഷപ്പെടാൻ കഴിയാതെ വന്നൊരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും വിഷുദിനത്തിൽ തേങ്കുറിശ്ശി മേഖലയാകെ, തെക്കേക്കര മേഖലയാകെ വേദനിപ്പിച്ചൊരു വിയോഗ വാർത്തയാണ് പുറത്തു വരുന്നത്. കാരണം ആ നാട്ടിലെ യുവാക്കൾ തന്നെയാണ് വർഷാവർഷം എല്ലാ വർഷവും ആ കിണർ ക്ലീൻ ചെയ്യുന്നത് അവർ തന്നെയാണ്. പഞ്ചായത്ത് കിണറാണ്, അവരൊക്കെ ഉപയോഗിക്കുന്ന കിണറാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവരാണ് അത് വൃത്തിയാക്കി വരാറ്. അങ്ങനെ ഒരു ഒഴിവ് ദിനത്തിൽ എല്ലാവരും കൂടെ ചേർന്ന്, സ്ത്രീകളടക്കം ഉണ്ടായിരുന്നു ആ ശുചീകരണത്തിന് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അവരെല്ലാവരും കൂടെ ചേർന്ന് അത് വൃത്തിയാക്കുന്നതിനിടയിലാണ് ഈ യുവാവിന്, വളരെ ചെറുപ്പക്കാരാണ്, 30-നടുത്ത് പ്രായം മാത്രമേ ഉള്ളൂ, ഈ ചെറുപ്പക്കാരന് ദാരുണ അന്ത്യം ഉണ്ടാവുന്നത്. ഈ ഏതാണ്ട് 4 മണിക്കൂറിലധികം സമയം അദ്ദേഹം വെള്ളത്തിൽ തന്നെ ചിലവഴിക്കേണ്ടി വന്നത്, വെള്ളത്തിൽ തന്നെ കുടുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി. കാരണം ഇദ്ദേഹത്തിന് മുകളിലായ ഒരു കല്ലുണ്ടായതുകൊണ്ട് തന്നെ ആളെ രക്ഷപ്പെടുത്താൻ വേഗത്തിൽ കഴിഞ്ഞില്ല. പിന്നീട് ഫയർഫോഴ്സ് യൂണിറ്റ്, പോലീസ്, നാട്ടുകാർ എല്ലാവരും കൂടെ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിയാണ് അദ്ദേഹത്തെ കണ്ടെടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. വളരെ വേഗത്തിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായി അപ്പോഴേക്കും തന്നെ മരണം സംഭവിച്ചിരുന്നു. എന്തായാലും തുടർ നടപടികൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വെച്ച് തന്നെ സ്വീകരിക്കുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. ഇതിൽ ഇപ്പോൾ നേരത്തെ അദ്ദേഹം സംസാരിച്ചല്ലോ, അവരൊരുമിച്ചാണ് കിണർ വൃത്തിയാക്കാൻ ഇറങ്ങിയതെന്ന് പറഞ്ഞു. അവരൊക്കെ ഈ കയർ കെട്ടി അങ്ങനെ വളരെ സുരക്ഷിതമായി തന്നെ ഇറങ്ങുന്നു. സുരക്ഷിതമാണോ എന്നുള്ളതൊക്കെ നമുക്ക് ഇപ്പോൾ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴാണല്ലോ അറിയുന്നത്. പക്ഷെ ആ രീതിയിൽ ഒരു കയർ കെട്ടി ഇറങ്ങുകയോ അങ്ങനെ ഒന്നും ചെയ്തിരുന്നില്ലേ ഇദ്ദേഹം? അല്ല, അങ്ങനെ പറയാൻ കഴിയില്ല സ്മിത. കാരണം ഇദ്ദേഹം കിണറ്റിലേക്ക് ഇറങ്ങിയിട്ടില്ല. അദ്ദേഹം ഓരോ ബാച്ചായിട്ടാണ് ഇത് ശുചീകരിച്ചിരുന്നത്. ഈ അവരുടെ കൂട്ടായ്മയിലെ ഓരോ അംഗങ്ങൾ ഓരോ ടീമായി തിരിഞ്ഞുകൊണ്ട് കിണറ്റിലേക്ക് ഇറങ്ങുന്നു, അത് വൃത്തിയാക്കുന്നു. അങ്ങനെ ആദ്യം ഒരു സംഘം ഇറങ്ങി, അവർ ശുചിയാക്കി, അവർ മടങ്ങി കയറിയ ശേഷം 2ാമത്തെ ബാച്ച് ഇറങ്ങുന്നു. 2ാമത്തെ ബാച്ചിലാണ് നമ്മളോട് സംസാരിച്ച ചേട്ടനടക്കം ഉണ്ടായിരുന്നത്. അവർ ഈ പായലും മറ്റും നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത ബാച്ചിൽ ഇറങ്ങേണ്ട ആളായിരുന്നു സുരേഷ്. അപ്പോൾ ഈ കിണറിന് മുകളിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് സുരക്ഷാ മുൻകരുതലൊന്നും സ്വീകരിക്കേണ്ട സാഹചര്യമില്ല. അദ്ദേഹം കിണറിന് മുകളിൽ നിൽക്കുമ്പോൾ മുകളിലത്തെ അവിടുത്തെ ആ തിട്ട താഴേക്ക് പതിക്കുകയായിരുന്നു. അത് സ്വാഭാവികമായിട്ട് ആ മണ്ണിന് ഉറപ്പ് കുറവായതുകൊണ്ട് വെള്ളത്തിലേക്ക് പതിക്കുകയായിരുന്നു. നമ്മൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ കാണാൻ കഴിയുമായിരുന്നു, ഈ കിണറിൻ്റെ ചുറ്റുഭാഗത്തും മണ്ണിങ്ങനെ ഇടിഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. വളരെ ദുർബലമായിട്ടുള്ള ഒരു നിർമ്മിതിയായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അതിങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് മുകളിൽ നിന്ന് ഈ തിട്ട ഇടിഞ്ഞ് സുരേഷ് താഴേക്ക് വീഴുന്നത്. അപകടം എന്തെന്ന് വെച്ചാൽ സുരേഷിൻ്റെ മേലേക്ക് ഒരു കല്ല് വന്ന് പതിച്ചു. അതാണ് അദ്ദേഹത്തിന് എഴുന്നേൽക്കാനോ മറ്റൊന്നും കഴിയാതെ വന്ന സാഹചര്യം ഉണ്ടായത്. അത് മാത്രമല്ല, ഈ കിണറിന് നല്ല ആഴവും ഉണ്ടായിരുന്നു. ശുദ്ധജലം കിട്ടുന്ന കിണറാണ്. അവിടെയുള്ള പ്രദേശം
പ്രദേശവാസികളൊക്കെ വർഷങ്ങളായി ഉപയോഗിക്കുന്ന ഒരു കിണറാണ്. അതുകൊണ്ട് തന്നെ ഇതിന് നല്ല താഴ്ച ഉണ്ടായിരുന്നു. അതും ഈ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട്. എന്തായാലും ഒരു ജീവൻ നഷ്ടമായിരിക്കുന്നു ഈ വിഷുദിനത്തിൽ എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം. ഏറെ നേരം പരിശ്രമങ്ങൾ നടത്തി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ആഘോഷത്തിൽ മുഴുകിയിരിക്കുമ്പോൾ വല്ലാത്ത ദുഃഖകരമായ ഒരു വാർത്ത വരുന്നു. പാലക്കാട് തേങ്കുറിശ്ശിയിലാണ് ഈ സംഭവം. തെക്കേക്കരയിൽ പൊതുകിണർ വൃത്തിയാക്കുന്നതിനിടെ തിട്ടയിടിഞ്ഞാണ് തൊഴിലാളി മരിച്ചത്. തെക്കേക്കര സ്വദേശി സുരേഷ് ആണ് മരിച്ചത്. 4 മണിക്കൂറോളം സുരേഷ് ഉണ്ടായിരുന്നു. രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഒന്നും തന്നെ ഫലവത്തായില്ല. ഇനിയും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി പോകുന്നു. തിരുവനന്തപുരം നഗരൂരിൽ വാക്കുതർക്കത്തിനിടെ യുവാവിന് കുത്തേറ്റു. കിളിമാനൂർ കുന്നുമ്മൽ സ്വദേശി അമൽ ദർശനാണ് ഗുരുതരമായി പരിക്കേറ്റത്. പ്രതി ആലങ്കോട് സ്വദേശി ഷാൻ ഒളിവിൽ. മുൻപ് പ്രതിയും കുടുംബവും തമ്മിലുണ്ടായ തർക്കത്തിന്റെ വീഡിയോ അമൽ ദർശൻ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതിലുള്ള വിരോധമാണ് അക്രമത്തിൽ കലാശിച്ചത്. ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഹരികൃഷ്ണൻ, ഇപ്പോൾ ഈ പരിക്കേറ്റയാളുടെ നില എങ്ങനെയുണ്ട്? അതാദ്യം പറഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാം തോന്നുന്നു, അല്ലേ? സ്മിത, ഈ പരിക്കേറ്റ ആളുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണെന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇയാൾ ചികിത്സയിലുള്ളത്. കിളിമാനൂർ കുന്നുമ്മൽ സ്വദേശി അമൽ ദർശനാണ് ഇത്തരത്തിൽ പരിക്കേറ്റത്. ഇയാള് ഈ നഗരൂർ വഞ്ചിയൂരിൽ ഈ പുതിയ നടത്തിനടുത്ത ഒരു തട്ടുകട നടത്തുന്ന ആളാണ്. ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ പ്രതിയായ ഷാൻ, ആലങ്കോട് സ്വദേശിയായ ഷാൻ കുടുംബവുമായി ഈ തട്ടുകടയിൽ എത്തിയിരുന്നു. പിന്നീട് ഈ കുടുംബത്തിലുള്ള ഒരു സ്ത്രീയെ അവിടുത്തെ ഒരു ജീവനക്കാരൻ കയറി പിടിച്ചതുമായി ബന്ധപ്പെട്ട സംഘർഷത്തിൽ അത്തരമൊരു പരാതി അവർ ഉന്നയിക്കുകയും അതൊരു സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തു. അത് അവിടെ നിന്ന് ആരോ ഈ തരത്തിൽ വീഡിയോ എടുക്കുന്നു. അത് പിന്നീട് സോഷ്യൽ മീഡിയയിൽ അവർ തന്നെ പ്രചരിപ്പിക്കുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായി. ഇതിന്റെ വൈരാഗ്യത്തിലാണ് ഇത്തരത്തിലൊരു കത്തിക്കുത്ത് കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ അമൽ ദർശൻ ഇത്തരത്തിൽ ജീവനക്കാരനെ വിട്ടതിനു ശേഷം തിരിച്ചു വരുന്ന വഴിയിൽ വെച്ച് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ആസൂത്രിതമായി ഇയാളെ കുത്തുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗുരുതരമായി ഇയാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഇയാൾ. ഈ ആലങ്കോട് സ്വദേശിയായ പ്രതി ഒളിവിലാണെന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഏതായാലും കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അന്വേഷണ പുരോഗതി ഇപ്പോൾ ഇയാളെ ഷാനിനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് പോലീസ് നൽകുന്ന പ്രധാനപ്പെട്ട വിവരം. ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. തിരുവനന്തപുരം നെടുമങ്ങാട് 10 അടി ആഴമുള്ള കിണറ്റിൽ വീണ പോത്തിനെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. 1.5 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പോത്തിനെ പുറത്തെടുത്തത്. എ വി ജയശങ്കർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ജയശങ്കർ, എന്താണ് പോത്ത് എങ്ങനെയാണ് ഈ കിണറ്റിൽ വീണത്? ഏതായാലും ഇപ്പോൾ പോത്തിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, അല്ലേ? അതായത് സ്മിത, ഇന്ന് വൈകിട്ട് 3 മണിയോട് കൂടിയാണ് ഈ പോത്ത് കിണറ്റിൽ വീഴുന്നത്. 10 അടിയോളം ആഴമുള്ളൊരു കിണറായിരുന്നു. നെടുമങ്ങാട് സ്വദേശിയായ റാഫിയുടെ പോത്താണ്. ഏകദേശം 1000 കിലോയോളം ഭാരമുള്ളൊരു പോത്താണ്. ഇത് പൊടുന്നനെ കിണറ്റിലേക്ക് ചാടുകയായിരുന്നു. ഏത് തരത്തിൽ ഈ പോത്ത് ഇവിടെ എത്തിയെന്ന് നിലവിൽ വിവരമില്ല. പക്ഷേ ഇത്തരത്തിൽ പോത്ത് വീടിന ഉടനെ തന്നെ ഈ സ്ഥലമുടമയും നാട്ടുകാരും മറ്റും ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തി. ഫയർഫോഴ്സ് അതീവ സാഹസികമായി മണിക്കൂറുകളോളം കഷ്ടപ്പെട്ടാണ് ഈ പോത്തിനെ പുറത്തെടുത്തത്. ഈ പോത്തിന് വലിയ തോതിൽ ഭാരമുള്ളതിനാൽ തന്നെ വലിച്ചു കയറ്റുക എന്നത് പ്രായോഗികമായിരുന്നില്ല. അതിനാൽ തന്നെ കിണറ്റിൽ നിന്ന് സമാന്തരമായ ഒരു ചാലി കീറിക്കൊണ്ടാണ് പോത്തിനെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തിയത്. നിലവിൽ ഈ പോത്തിന്റെ ആരോഗ്യസ്ഥിതി ഭദ്രമാണ്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നാണ് ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പോത്തിന്റെ ആരോഗ്യം സംബന്ധിച്ച പരിശോധന ഡോക്ടർമാർ നടത്തുന്നുണ്ട്. എന്തായാലും പോത്തിന്റെ ജീവന് മറ്റ് പ്രശ്നങ്ങളില്ല. നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഫയർഫോഴ്സ് പോത്തിനെ നിലവിൽ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. സ്മിത, ശരി. എ വി ജയശങ്കറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ഇനി പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Laza Premium Gold, the universe's finest ice cream. in association with DuraShine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. അനിൽ കെ ആന്റണി പിതൃനിന്ദ നടത്തിയെന്ന കോൺഗ്രസ് നേതാവ് MM ഹസന്റെ പരാമർശത്തിൽ മറുപടിയുമായി NDA സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി.
കാലഹരണപ്പെട്ട നേതാവ് എന്ന് താൻ പറഞ്ഞത് ഹസനെ പോലെയുള്ള നേതാക്കളെ ഉദ്ദേശിച്ച് എന്നായിരുന്നു വിമർശനം. 80 വയസ്സ് കഴിഞ്ഞിട്ടും ഇപ്പോഴും KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റായി തുടരുന്ന ഹസന്റെ സംസ്കാരമില്ലാത്ത വാക്കുകൾക്ക് മറുപടി ഇല്ലെന്നും അനിൽ കെ ആന്റണി പറഞ്ഞു. ഇവരുടെയൊക്കെ സംസ്കാരം എന്താണെന്ന് നിങ്ങൾക്കൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ. അതുപോലെ അത് കാരണം ഞാൻ ആ ലെവലിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഈ കാലഹരണപ്പെട്ടെന്നൊക്കെ പറഞ്ഞ് MM ഹസനെ പോലെയുള്ളവരെ തന്നെയാണ് ഉദ്ദേശിച്ചത്. MM ഹസനൊക്കെ ഇന്ന് 80 വയസ്സായിട്ടും അദ്ദേഹം ഇന്നും ആക്ടിങ് പ്രസിഡൻ്റാണ്. ഇതൊക്കെ ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യ ചെറുപ്പക്കാരുടെ ഒരു രാജ്യമാണ്. 65 വയസ്സിൽ താഴെ 40 വയസ്സിലുള്ളവരാണ്. ഇന്ത്യയുടെ മീഡിയൻ ഏജ് 27 അപ്പോൾ ഇങ്ങനെയുള്ളൊരു രാജ്യത്ത് ചെറുപ്പക്കാരൊന്നും ഇല്ലേ ഈ കോൺഗ്രസ് പാർട്ടിയിൽ? ഇപ്പോൾ അനിൽ കെ ആന്റണിക്ക് മറുപടി നൽകാനാകില്ലെന്ന് UDF കൺവീനർ MM ഹസൻ പറഞ്ഞു. അനിൽ കെ ആന്റണി പറഞ്ഞതിനൊന്നും മറുപടി അർഹിക്കുന്നില്ല. സ്വന്തം പിതാവിനെതിരെ പറഞ്ഞു മടുത്തപ്പോൾ മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞു നടക്കുകയാണെന്നും വിമർശനം. അദ്ദേഹം പറഞ്ഞ മറുപടിക്ക് ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതിന് മറുപടി അർഹിക്കുന്നില്ല. അതൊക്കെ നമുക്ക് വേറൊരവസരത്തിൽ ചോദിച്ചാൽ ആളുകളുടെ പ്രായവും ഏജ് പിന്നെ ഡേറ്റ് ഓഫ് ബർത്തും വെച്ച് നിങ്ങളുമായിട്ടൊരു സംവാദത്തിന് ഞാൻ തയ്യാറാണ്. സ്വന്തം അപ്പനെതിരായി പറഞ്ഞ് മതിയായപ്പോ പിന്നെ ബാക്കിയുള്ളവരെ കുറിച്ച് പറയുന്നു, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, പിതർനിന്ദ ഇന്നലെ പറഞ്ഞതിലെല്ലാം ഉണ്ട്. കാണിച്ച ഒരു പുത്രനെ കുറിച്ച് അവിടുത്തെ വോട്ടർമാർ വിലയിരുത്തും. വിവരങ്ങളുമായി ടോബി ജോൺസൺ ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. ടോബി, ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പതിവുള്ളതാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഒരല്പം വ്യക്തി അധിക്ഷേപത്തിന്റെ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്നൊരു സംശയം. ടോബി ജോൺസൺ അല്പസമയത്തിനകം ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അനിൽ കെ ആന്റണി പറഞ്ഞ കാര്യത്തിൽ വിമർശനവുമായി MM ഹസൻ രംഗത്തെത്തുന്നു. അനിൽ കെ ആന്റണി പറയുന്നു, പ്രായമായവരെ കുറിച്ച് പറയുന്നത് MM ഹസനെ പോലുള്ള നേതാക്കളെ കുറിച്ച് കൂടിയാണ് പറയുന്നത് എന്നുള്ള വിമർശനം എത്തുന്നു. അതിന് മറുപടി പറയാനില്ല. അനിൽ കെ ആന്റണി മറുപടി അർഹിക്കുന്നില്ലെന്ന് MM ഹസൻ പറയുന്നു. ടോബി ജോൺസൺ ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി. ടോബി, ഞാൻ പറയുകയായിരുന്നു, ഈ രാഷ്ട്രീയത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ തന്നെ ഉണ്ടാവുമെങ്കിലും ഒരു പടി കടന്ന് ഈ വ്യക്തി അധിക്ഷേപത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ടോ? സ്മിത, തീർച്ചയായിട്ടും ഇതൊരു വ്യക്തി അധിക്ഷേപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന തരത്തിലാണ് ഇപ്പോൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഈ ഒരു പരാമർശം, അനിൽ കെ ആന്റണിയുടെ പരാമർശം, എന്തായാലും അതിന് അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകുകയാണ് MM ഹസൻ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അദ്ദേഹത്തെ വ്യക്തിപരമായി തന്നെ മറുപടി നൽകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ കാലഹരണപ്പെട്ട നേതാക്കൾ എന്നുള്ള പരാമർശമാണ് ഇപ്പോൾ കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ആ പരാമർശം അത് MM ഹസനെ പോലെയുള്ള നേതാക്കളെ കുറിച്ചാണ് താൻ പറഞ്ഞത് എന്നുള്ള ഒരു നിലപാടാണ് ഇന്ന് അനിൽ കെ ആന്റണി എടുത്തിരിക്കുന്നത്. എന്നാൽ അത്തരത്തിൽ അച്ഛനെ കുറിച്ച് പറഞ്ഞ് മടുത്തപ്പോഴാണ് ഇപ്പോൾ അനിൽ കെ ആന്റണി തങ്ങളെ പോലെയുള്ള നേതാക്കൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് എന്നുള്ള ഒരു നിലപാടാണ് ഇന്ന് MM ഹസൻ എടുത്തിരിക്കുന്നത്. എന്തായാലും പിതൃനിന്ദ നടത്തി എന്നുള്ള ഒരു പരാമർശമാണ് ഇത്തരത്തിലൊരു വിവാദത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. കോൺഗ്രസും അനിൽ കെ ആന്റണിയും തമ്മിലുള്ള ആ ഒരു പോര്, അത് പ്രത്യേകിച്ചും ഈ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെ ലക്ഷ്യം വെച്ച് തന്നെയുള്ള ഒരു ആരോപണമായി തന്നെയാണ് കോൺഗ്രസ് നേതാക്കളും കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് രംഗത്ത് ടോബി ജോൺസൺ ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്നും ചേർന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ സ്ഥാനാർത്ഥികൾ പറയുന്നത് എന്തെന്ന് നോക്കാം. കാണാം വോട്ടോഗ്രാഫ്. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് വോട്ടോഗ്രാഫ് സമർപ്പിക്കുന്നത് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. ഇടുക്കിയുടെ വികസനത്തെക്കുറിച്ച് സമഗ്രമായ വികസന കാഴ്ചപ്പാടാണ് ജില്ലയിലെ സ്ഥാനാർത്ഥികൾക്കുള്ളത്. ടൂറിസത്തിനാണ് LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെയും UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെയും പ്രഥമ പരിഗണന. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനുള്ള പദ്ധതിയും മലയോര റെയിൽവേ പദ്ധതിയുമാണ് NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രത്യേകിച്ച് ഇടുക്കി മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്ന് വന്യജീവി പ്രശ്നങ്ങളാണ്. അതിന് കൃത്യമായിട്ട് ഒരു ദീർഘവീക്ഷണമുള്ള ഒരു പദ്ധതി തീർച്ചയായിട്ടും നടപ്പിലാക്കും. അതോടൊപ്പം തന്നെ തോട്ടം തൊഴിലാളി മേഖലയിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ ഇന്ന് അനുഭവിക്കുന്നുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം നരേന്ദ്രമോദിജി ഇവിടെ ഒട്ടനവധി പദ്ധതികൾ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് താഴെത്തട്ടിലേക്ക് എത്തുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. ടൂറിസം മേഖലയിൽ ഏറെ സാധ്യതയുള്ളതാണ് ഇടുക്കി മണ്ഡലം. ഇടുക്കി മേഖലയിൽ ടൂറിസം സർക്യൂട്ട് ഉണ്ടാക്കാനും ഒരു ദീർഘവീക്ഷണമായ ഒരു പദ്ധതി എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയ ചെറുപ്പക്കാർ അവർ ഈ നാട്ടിൽ നിൽക്കണം. വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറി പോകുന്ന
ആയിരക്കണക്കിന് ആളുകളെയാണ് നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയുന്നത്. അപ്പോൾ അവരുടെ സ്വപ്നങ്ങൾക്കനുസരിച്ചിട്ടുള്ള വികസന പദ്ധതികൾ ഇവിടെ യാഥാർത്ഥ്യമാകണം. പ്രത്യേകിച്ചും അടിസ്ഥാന സൗകര്യ രംഗത്ത് ഇപ്പോൾ കാലങ്ങൾ എത്ര കഴിഞ്ഞിട്ടും അടിസ്ഥാന സൗകര്യ രംഗത്ത് ദേശീയപാത വികസനം അതൊക്കെ വഴിമുട്ടി നിൽക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് ദേശീയപാത വികസനത്തിൻ്റെ കാര്യത്തിലാണ്. അപ്പോൾ അത് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 ദേശീയപാതകളുണ്ട്. ഒന്ന് കൊച്ചി മുതൽ മൂന്നാർ വരെയുള്ള, അല്ലെങ്കിൽ അതിനപ്പുറത്ത് ധനുഷ്കോടി വരെ പോകുന്ന ദേശീയപാത. അതിനകത്ത് കൊച്ചി മൂന്നാർ ഭാഗം 1250 കോടി രൂപയുടെ വലിയ വികസന പദ്ധതിയാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. അത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നേര്യമംഗലത്ത് പുതിയ പാലം ഉൾപ്പെടെ യാഥാർത്ഥ്യമാകുന്നു. അതിൻ്റെ പണി ആരംഭിച്ചിരിക്കുകയാണ്. അല്ല, നാടിൻ്റെ സമഗ്രമായ വികസനം, അത് ജനങ്ങളുടെ ജീവനോപാധിയുടെ വികസനം തുടങ്ങി നാടിൻ്റെ പശ്ചാത്തല വികസനം തുടങ്ങിയുള്ള എല്ലാ വികസന രംഗത്തുമുള്ള ഇടപെടലുകളാണ്. ഇപ്പോൾ ഇടുക്കി പോലൊരു പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയും സ്വഭാവങ്ങൾക്കും അനുസരിച്ചിട്ടുള്ള പദ്ധതികളാണ് ഉണ്ടാവേണ്ടത്. അടിസ്ഥാനപരമായി പശ്ചാത്തല വികസനം ഉണ്ടാകണം. അവിടുന്ന് ടൂറിസം മലയോര മേഖലയുടെ പ്രധാനപ്പെട്ട സാധ്യതയാണ്. തൊടുപുഴയും മൂവാറ്റുപുഴയുടെയും ഒക്കെ സാധ്യത, അത് കോതമംഗലത്തിൻ്റെയും ഒക്കെ സാധ്യത അത് തന്നെയാണ്. അപ്പോൾ ടൂറിസം മേഖലയ്ക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള സമഗ്രമായ ഒരു വികസന സങ്കല്പമാണ് ഇടുക്കിക്ക് വേണ്ടി ഉണ്ടാകേണ്ടത്. അത് ഇടുക്കി എന്ന് പറയുന്നതിന് ഒരു ടൂറിസം പ്രോഡക്റ്റായി ബ്രാൻഡ് ചെയ്യുകയും ലോകത്താകമാനം എത്തിക്കുകയും ചെയ്യണം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ.